മത്സരമില്ലാത്ത മണ്ഡലങ്ങൾ. ലോക്സഭ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ ഇങ്ങനെ എല്ലായിടത്തും തുടങ്ങിയിട്ടുണ്ട്. പോസ്റ്ററൊക്കെ ചിരിച്ചുകൊണ്ടുള്ളതും ചിരിയില്ലാത്തതുമായ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളും എല്ലായിടത്തും തന്നെ പ്രത്യക്ഷപ്പെട്ടു, എല്ലാ മണ്ഡലങ്ങളിലും. ചില മണ്ഡലങ്ങളിൽ ഇപ്പോഴും NDA സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് തീരുമാനമാകാതെ അങ്ങനെയും ഉള്ള മണ്ഡലങ്ങളുണ്ട്. മത്സരമില്ലാത്ത 10 മണ്ഡലങ്ങൾ ഇപ്പോൾ കേരളത്തിലുണ്ട്. ബാക്കി 10 മണ്ഡലങ്ങളിലാണ് യഥാർത്ഥ മത്സരം നടക്കുന്നത്. ഈ 10 മണ്ഡലങ്ങൾ ഏതാണ് മത്സരമില്ലാത്തത്? കൊല്ലം, മാവേലിക്കര, കോട്ടയം, ഇടുക്കി, എറണാകുളം, ചാലക്കുടി, മലപ്പുറം, വയനാട്, കോഴിക്കോട്, കാസർഗോഡ് എന്നിവയടവാം. എന്തുകൊണ്ടാണ് ഈ 10 മണ്ഡലങ്ങളിൽ മത്സരമില്ല എന്ന് പറയുന്നത്? മത്സരമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ ഈ ചുവരെഴുത്തില്ലെന്നോ അല്ലെങ്കിൽ പോസ്റ്റർ ഇല്ലെന്നോ സാധാരണ പ്രചരണത്തിൻ്റെതായ ആ ഒരു ചേരുവകൾ ഉണ്ടല്ലോ. അതായത് ഈ നിയോജകമണ്ഡലം കൺവെൻഷൻ, പോസ്റ്റർ ഒട്ടിക്കുക, സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തുക, കവല പ്രസംഗങ്ങൾ, പിന്നെ റോഡ് ഷോ പോലെയുള്ള വാഹന പ്രചരണം, ഇങ്ങനെ പല പരിപാടികളും അതെല്ലാം എല്ലാ മണ്ഡലങ്ങളിലും ഒരു ചേരുവ് പോലെ അല്ലെങ്കിൽ ഇതാണ് പ്രചരണം എന്നുള്ള ആ ഒരു ചെക്ക് ലിസ്റ്റ് പോലെ നടക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ജനമനസ്സുകളിൽ, വോട്ടർമാരുടെ മനസ്സിൽ ഒരു മത്സര പ്രതീതി ഇല്ല ഈ 10 മണ്ഡലങ്ങളിൽ. അതിന് പ്രധാനമായിട്ടും 4 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം, ഈ 4 കാരണങ്ങളിൽ എല്ലാ മണ്ഡലങ്ങളിലും വേണമെന്നില്ല, പക്ഷേ അതിൽ 1 or 2 കാരണങ്ങളായിരിക്കും ചില മണ്ഡലങ്ങളിൽ. ഈ 4 കാരണങ്ങളിൽ ഒന്നാമത്തേത്, ആരാണ് ഇവിടുന്ന് ജയിക്കാൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല. ജനങ്ങളുടെ മനസ്സിൽ ആരാണ് ജയിക്കുന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ ഉണ്ട്. ഇനി സംശയം ഉണ്ടെങ്കിലാണല്ലോ ആ സ്ഥാനാർത്ഥിയെ പറ്റി കൂടുതൽ പഠിക്കേണ്ട ആവശ്യമുള്ളൂ വോട്ടർമാർക്ക്. അതുപോലെ ആ പാർട്ടിക്ക് ആ സ്ഥാനാർത്ഥിയെ പറ്റി കൂടുതൽ പരിചയപ്പെടുത്തണം. കൂടുതൽ പ്രചരണ തന്ത്രങ്ങളൊക്കെ ആ മണ്ഡലത്തിൽ ആവശ്യമുണ്ട് സ്ഥാനാർത്ഥിയെ പറ്റി. അപ്പോൾ അതൊക്കെ ഉണ്ടാകുമ്പോഴത്തേനും മത്സരം കൂടുതൽ കടുത്തതാണ്, തീവാറുന്ന മത്സരമാണ് എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷേ ഈ 10 മണ്ഡലങ്ങളിൽ അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടുന്ന് ആര് ജയിച്ചു പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആര് ജയിച്ച് പാർലമെന്റിൽ എത്തിയാലും ഇന്ത്യ മഹാരാജ്യത്ത് വലിയൊരു ചലനമോ കോളിളക്കമോ ഒന്നും ഉണ്ടാക്കാൻ പോകുന്ന സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ പാർലമെന്റിൽ ചോദ്യം ചോദിക്കുകയോ അല്ലെങ്കിൽ ചർച്ചകളിൽ പങ്കെടുക്കുകയോ ഒന്നും ചെയ്യുന്നവരൊന്നും അല്ല ഈ പറഞ്ഞ 10 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നവർ. ഇതിലെ ചില മണ്ഡലങ്ങളിലുള്ളവർ ഏറ്റവും അധികം സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ചവരും കൂടുതൽ ചോദ്യം ചോദിച്ചവരും ചർച്ചയിൽ പങ്കെടുത്തവരുമാണ്. അതുകൊണ്ട് അവർ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ള ആദ്യത്തെ കാര്യമാണ് പ്രധാനം. പക്ഷെ മറ്റു മണ്ഡലങ്ങളിലെ കാര്യമാണ്, ആര് ജയിച്ചു പോയാലും നമുക്ക് വലിയ വിഷയമൊന്നുമില്ല. ഈ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ആര് ജയിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. 17 കോടി രൂപയോളം ഈ MP-മാർക്ക് ഫണ്ടായിട്ട് കിട്ടുന്നുണ്ട് അവരുടെ മണ്ഡലങ്ങളിൽ ചെലവഴിക്കാൻ വേണ്ടി. ചില മണ്ഡലങ്ങളിൽ അതിനേക്കാളും കൂടുതലുണ്ട്. ഇപ്പം മാവേലിക്കര മണ്ഡലത്തിൽ 17 കോടി കഴിഞ്ഞിട്ട് 4.5 കോടിയോളം വീണ്ടും എക്സ്ട്രാ ഫണ്ടും കൂടെ അവിടെ ചെലവഴിച്ചു എന്നാണ് അവിടുത്തെ MP പറയുന്നത്. അതുപോലെ കോട്ടയം ജില്ലയിലെ പഴയ MP അവിടെ ഒരു 6 മാസം മുമ്പേ, ഞാനാണ് കേരളത്തിൽ നമ്പർ 1 ഏറ്റവും അധികം ഫണ്ട് ചെലവഴിച്ചതെന്നുള്ള പോസ്റ്റർ വരെ ഒരു 6 മാസം മുമ്പേ ചാഴികാടൻ, പാലായിലും ഏറ്റുമാനൂരും കോട്ടയത്തും ഒക്കെ പോസ്റ്റർ ഒട്ടിച്ചിരുന്നു. അപ്പോൾ ഈ 17 കോടി ചെലവഴിക്കുക എന്നുള്ളത് കോട്ടയം 1ാം സ്ഥാനത്താണ്, തിരുവനന്തപുരം അത് കഴിഞ്ഞിട്ട് അതിനുശേഷം ആറ്റിങ്ങൽ, മാവേലിക്കര അങ്ങനെ ഉണ്ട്. അപ്പോൾ അത് എല്ലാവരും ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു വലിയൊരു മാറ്റം ആ മണ്ഡലത്തിലുണ്ടായി എന്ന് വോട്ടർമാർക്ക് തോന്നുന്നില്ല. കിട്ടുന്നു, ചെലവഴിക്കുന്നു, അത് ചെലവഴിച്ചു എന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ എങ്ങനെ സ്ഥാനാർത്ഥിയായി എന്നുള്ള കാര്യത്തിലും വോട്ടർമാർക്ക് പ്രത്യേകിച്ചൊരു വേവലാതിയൊന്നുമില്ല. ചിലർ കഴിഞ്ഞ പ്രാവശ്യം MP ആയിരുന്നു, അല്ലെങ്കിൽ ഇതിനു മുമ്പ് MP ആയിരുന്നു, അതുകൊണ്ട് സ്ഥാനാർത്ഥിയായി. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചില സാമുദായിക പരിഗണന വെച്ചിട്ട് അല്ലെ സാമുദായിക സന്തുലിതാവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്ഥാനാർത്ഥിയായത്. അതുകൊണ്ട് വോട്ടർമാർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മൂന്നാമത്തേത്, പാർട്ടിയുടെ ഇന്റേണൽ ഡൈനാമിക്സ്, ഇന്റേണൽ പൊളിറ്റിക്സ് കൊണ്ട് സ്ഥാനാർത്ഥിയായവരുണ്ട്. അപ്പോൾ എങ്ങനെ സ്ഥാനാർത്ഥിയായി എന്നുള്ളതും വോട്ടർമാർക്ക് വലിയ കൗതുകമോ താല്പര്യമോ ഇല്ലാത്ത മണ്ഡലങ്ങളാണ് ഇതിൽ പലതും. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ മത്സരിക്കുന്ന ചില സ്ഥാനാർത്ഥികൾക്ക് പോലും ജയിക്കണമെന്ന് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. കാരണം അവർക്ക് താല്പര്യങ്ങൾ മറ്റ് പല കാര്യങ്ങളാണ്. ഒന്ന്, എനിക്കിവിടെ സ്ഥാനാർത്ഥിയാവണം,
സ്ഥാനാർത്ഥി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജയിച്ച പോലെയാണ്, പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകണമെന്നൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഇനി ചിലർക്ക് സ്ഥാനാർത്ഥി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് കുറേ ഫണ്ട് കിട്ടും. അത് പല പാർട്ടികളും പല പല ഫണ്ടുകളാണ് പ്രചരണത്തിന് വേണ്ടി കൊടുക്കുന്നത്. പിന്നെ നാട്ടുകാരിൽ നിന്ന് കൂടാതെ കുറെ പിരിക്കാൻ പറ്റും, അതും കുറെ കോടികൾ പിരിക്കുന്നതിൽ വിദഗ്ധരായുള്ള ആൾക്കാരൊക്കെ ഈ മണ്ഡലങ്ങളിലുണ്ട്. അപ്പോൾ അവരങ്ങനെ അങ്ങനെ അങ്ങനെ കുറെ ഗുണങ്ങൾ ഉണ്ട്. പിന്നെ 12 കോടി 13 കോടിയോളം വോട്ടർമാരുള്ള ആണല്ലോ ഈ മണ്ഡലം എന്ന് പറയുന്നത്. അപ്പൊ അത്രയും പേരിലിടയ്ക്ക് അറിയപ്പെടുക, ഈ പോസ്റ്റർ ഒട്ടിച്ചും സോഷ്യൽ മീഡിയയിലൂടെയും അതിൻ്റെ ഒരു 2 മാസത്തെ സമയം കൊണ്ട് എല്ലാവരുടെ അടുത്ത് അറിയപ്പെടും എന്നുള്ളൊരു ഗുണമുണ്ട്. അപ്പൊ അങ്ങനെ പല ഗുണങ്ങൾ ആണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നല്ലാതെ ജയിച്ച് പാർലമെന്റിലെത്തി അവിടെ കുറെ സ്വകാര്യ ബില്ലൊക്കെ അവതരിപ്പിച്ച് എല്ലാ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് അതുപോലെ നാട്ടിലെ എല്ലാവിധ വിഷയങ്ങളും ഒക്കെ അങ്ങ് ഏറ്റവും മുകളിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച് 0 ഓവറിലൊക്കെ അവതരിപ്പിച്ച് നാട്ടിലെ മാറ്റങ്ങൾ ഉണ്ടാക്കുക, വികസനം ഉണ്ടാക്കുക, അങ്ങനെയുള്ള വലിയ ഉദ്ദേശമൊന്നും ഇല്ലാത്ത സ്ഥാനാർത്ഥികളും ഉണ്ട്. അങ്ങനെ ആണ് ഈ 10 മണ്ഡലങ്ങൾ മത്സരമില്ലാത്തത് ഇപ്പോൾ കേരളത്തിലുള്ളത്. കൊല്ലം, മാവേലിക്കര, അതുപോലെ കോട്ടയം, ഇടുക്കി, ചാലക്കുടി, എറണാകുളം, മലപ്പുറം, വയനാട്, കോഴിക്കോട്, കാസർഗോഡാണ്. അപ്പോൾ ഈ മണ്ഡലങ്ങളിൽ മനുഷ്യരുടെ മനസ്സിൽ മത്സര പ്രതീതി ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. ഈ പറഞ്ഞ 4 കാര്യങ്ങൾ കൊണ്ട്. കാരണം ആര് ജയിക്കും എന്നുള്ള കാര്യത്തിൽ ചില മണ്ഡലങ്ങളിൽ സംശയമില്ല. 2, ആര് ജയിച്ച് വോട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഞങ്ങൾക്ക് എന്നുള്ളൊരു ചിന്ത വോട്ടർമാർക്കുണ്ട്. 3ാമത് അവർ എങ്ങനെ സ്ഥാനാർത്ഥിയായെന്നുള്ളത് വലിയ കൗതുകമോ താല്പര്യമോ സ്ഥാനാർത്ഥികൾക്കില്ല. ഇനി സ്ഥാനാർത്ഥികൾക്ക് പോലും ജയിക്കാൻ വേണ്ടിയല്ല സ്ഥാനാർത്ഥിയായത്, ജയിക്കണമെന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വലിയൊരു ഒരു മത്സരം രാവിലെയും രാത്രിയും 24 മണിക്കൂറും ഓടി നടന്ന് എല്ലാവിധ ആവനാഴിയിലെ അമ്പുകളും ഒക്കെ എടുത്ത് പ്രയോഗിച്ച് ഇവിടുന്ന് ഞാൻ ജയിച്ച് അടങ്ങും എന്നുള്ള വാശിയൊന്നും പല സ്ഥാനാർത്ഥികൾക്ക് ഈ മണ്ഡലങ്ങളിലില്ല. അപ്പോൾ ഈ 10 മണ്ഡലങ്ങൾ എന്തിനാണ് അവിടെ ഈ പ്രചരണ ഉത്സവം നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് പ്രചരണ ഉത്സവം നടത്തി എല്ലാവരെയൊക്കെ സന്തോഷിപ്പിച്ച്, പാർട്ടിയെ സന്തോഷിപ്പിച്ച്, പാർട്ടിയിലുള്ള ഭാരവാഹികളെയൊക്കെ സന്തോഷിപ്പിച്ച് അങ്ങനെ 2 മാസം കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ് ഉദ്ദേശം.